ഹായ്, എല്ലാവർക്കും നമസ്കാരം. സുഖമല്ലേ? ഞാന് ഒരു കാര്യം പറയണമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് ദിവസമായി. അപ്പൊ ഇത് പറയാതിരിക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് പറയാണ്. അതായത് ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ഏഷ്യാനെറ്റ് പ്ലസിൽ ഒരു പ്രോഗ്രാം ചെയ്തുകൊണ്ടിരുന്നു, ഹലോ മിസ്റ്റർ മലയാളി. ഞാൻ ആങ്കർ ചെയ്യുന്നു. അത് എൻ്റെ കൂടെ കുറച്ച് പേരൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. ആ അഭിനയിച്ച പലരും ഇന്ന് സിനിമയിൽ പ്രമുഖരായിട്ടുണ്ട്. അതിൻ്റെ ഷൂട്ടിംഗ് നടക്കുന്നതിനിടയിൽ മോഹൻലാൽ സാറിൻ്റെ ഒരു സിനിമയുടെ ഷൂട്ടിംഗ് തിരുവനന്തപുരത്ത് നടക്കുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ബൈറ്റ് എടുക്കാനോ മറ്റോ ആയിട്ട് നമ്മുടെ ഈ ക്രൂവിന് അവിടേക്ക് പോകണം, എൻ്റെ ലൊക്കേഷനിൽ പോകണം. അപ്പോൾ ഞങ്ങളുടെ വണ്ടി അങ്ങോട്ട് പോകുന്നു. അവൻ്റെ പ്രോഗ്രാം പ്രൊഡ്യൂസർ മിസ്റ്റർ അമരൻ എന്ന് പറഞ്ഞിട്ട്, അമരവിള സതീഷ്, അമരൻ എന്നെല്ലാവരും വിളിക്കുന്നത് അമരവിള സതീഷാണ്. പോയി ലാൽ സാറിനെ കാണുന്നു, സംസാരിക്കുന്നു. അപ്പോൾ അദ്ദേഹം ഒരു ഷോട്ടിനിടയിലാണ്, സ്ക്രിപ്റ്റ് ഒക്കെ കയ്യിലുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ബാക്കിൽ ഞാൻ നിന്നു ഇങ്ങനെ, ഇപ്പോൾ നിൽക്കുന്ന അതേ ഭാവത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ നമ്മൾ വളരെ അകൽച്ചയായിട്ട് വളരെ ബഹുമാനത്തോടെ ഇങ്ങനെ നിന്നു. അപ്പോൾ അമർ സതീഷ് പരിചയപ്പെടുത്തി കൊടുത്തു, ഇത് മുൻഷി രഞ്ജിത്താണ്, അദ്ദേഹമാണ് പ്രോഗ്രാം ചെയ്യുന്നത്. അന്നത്തെ ഒരു പ്രത്യേകത ഉണ്ട്. അന്ന് മലബാർ ഗോൾഡിൻ്റെ ഒരു ക്ലീൻ കേരള ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് ലാൽ സാർ ഇങ്ങനെ ഒരു വെള്ള വസ്ത്രമൊക്കെ ധരിച്ചിട്ട് മറ്റേ മാലിന്യങ്ങൾ അവിടെ വലിച്ചെറിയുമ്പോൾ എന്താ ഇത് ഇങ്ങനെ ചെയ്യുന്നു എന്നൊക്കെ ചോദിക്കുന്ന ഒരു അവയർനെസ് പോലുള്ള ഒരു അഡ്വർടൈസ്മെന്റും കൂടെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. അപ്പോൾ മലബാർ ഗോൾഡാണ് നമ്മുടെ സ്പോൺസർ. അപ്പോൾ അതുകൊണ്ട് ആ പ്രോഗ്രാമായിട്ട് അദ്ദേഹത്തിന് ഒരു കണക്ഷൻ ഉണ്ട്. അപ്പോൾ പരിചയപ്പെടുന്നു. അപ്പോൾ ശരിക്കും സ്ക്രിപ്റ്റുമായിട്ട് കയ്യിലിരുന്ന അദ്ദേഹം ഇങ്ങനെ ഒരു കാക്ക നോക്കുന്ന പോലെ ചരിഞ്ഞൊരു നോട്ടം നോക്കിയിട്ട് വലുതായിട്ട് ഒരു മൈൻഡും തരാതെ പോയി. അപ്പോൾ ഞാൻ കുറേ കാലങ്ങൾക്ക് ശേഷം ഒരു ഇന്റർവ്യൂ വന്നപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് പറയുകയും ചെയ്തു. മമ്മൂട്ടി എന്ന് പറയുന്ന നടനും മോഹൻലാൽ എന്ന് പറയുന്ന നടനും, രണ്ട് താരങ്ങൾ കണ്ടുമുട്ടിയപ്പോൾ ഒരു അനുഭവത്തെക്കുറിച്ച് ഞാൻ പറയാനുണ്ടായി. അത് ഞാൻ പറയാം, അദ്ദേഹം സ്ക്രിപ്റ്റിന്റെ തിരക്കിനിടയിലോ അല്ലെങ്കിൽ വേറെ കാര്യങ്ങൾ എന്തെങ്കിലും ചിന്തിച്ചിരിക്കുന്നിടയിൽ ഇദ്ദേഹം ഒന്ന് പറഞ്ഞപ്പോൾ ഒന്ന് ജസ്റ്റ് നോക്കി പോവുകയായിരുന്നതാണ്. അപ്പോൾ അന്ന് ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞപ്പോൾ അന്ന് അത് പറഞ്ഞപ്പോൾ കുറെ ആളുകൾ നെഗറ്റീവ് കമന്റ് കിട്ടും, ഇയാളെ മൈൻഡ് ചെയ്യാൻ, മോഹൻലാൽ ഇയാളെ മൈൻഡ് ചെയ്യാൻ ഇയാൾ ആരാണെന്നൊക്കെ ചോദിക്കുകയും ചെയ്തിരുന്നു. അത് കഴിഞ്ഞ് കാലങ്ങൾക്ക് ശേഷം നമ്മുടെ ഈ ജീവിതം യാത്ര ഇങ്ങനെ മുന്നോട്ടാണല്ലോ. ബിഗ് ബോസിൽ വന്നു. ഞാൻ അദ്ദേഹവുമായിട്ട് അടുത്തുനിന്ന് ഷെയ്ക്കാൻ്റെ കൊടുക്കുക, അടുത്തുനിന്ന് സംസാരിക്കുകയും ചെയ്തു. അദ്ദേഹം പല പ്രാവശ്യം രഞ്ജിത്ത് എന്ന് വിളിച്ചു. അതിന്റെ പേര് രഞ്ജിത്ത് എന്നാണ്. രഞ്ജിത്ത് എന്നൊക്കെ വിളിക്കുക. പക്ഷെ രഞ്ജിത്ത് എന്നുള്ള സ്പെല്ലിങ് കൃത്യമായിട്ട് എൻ്റെ ആ ബിഗ് ബോസിലെ മൈക്കിന്റെ ബെൽറ്റിൽ ഉള്ളത് കാരണം അത് നോക്കിയിട്ടാണ് അദ്ദേഹം വിളിക്കാറ്. രഞ്ജിത്ത് എന്ന് എന്നെ വിളിക്കാറുണ്ട്. പ്രോഗ്രാമിന് ശേഷവും വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം അവസാന ദിവസം, എൻ്റെ ഫിനാലെ ദിവസം, അദ്ദേഹത്തിനെ ഒന്ന് ആശ്ലേഷിക്കാനൊരു അവസരം കിട്ടി. അപ്പൊ ഞാൻ ഇതിനിടയിലൊന്നും അദ്ദേഹത്തിനെ കാണാൻ പർപ്പസ്ഫുള്ളി കാണാനൊന്നും ശ്രമിച്ചൊന്നുമില്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ കാത്തിരുന്നു, മോഹൻലാൽ എന്ന് പറയുന്ന നടനോന്റെ അടുത്ത് നിൽക്കാൻ ഒരു അവസരം ഉണ്ടാവുമായിരിക്കും എന്ന് വിചാരിച്ച് ഞാൻ കാത്തിരുന്നു. ആ അവസരം വന്നു, എനിക്കത് കിട്ടി. നല്ല ഒരു അസുലഭമായ നിമിഷമാണ് രണ്ടും. അദ്ദേഹം ഒന്ന് ഞാൻ എഴുതിയ രണ്ടു വരി അദ്ദേഹം വായിച്ചു ജനങ്ങൾക്ക് മുന്നിൽ. എനിക്ക് ലാൽ സാറിനോട് അറിയിക്കാൻ മാത്രം പരാതികൾ ഒന്നും തന്നെ ഇല്ല. എത്ര ഹൃദയവിശാലതയോടുകൂടിയാണ് അദ്ദേഹം അതിനെ നിങ്ങളെ കണക്കാക്കിയിരിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. രണ്ടാമത് അദ്ദേഹത്തിനെ ഒന്ന് ആശ്ലേഷിച്ചു. ഇത് രണ്ടും അസുലഭമായ നിമിഷങ്ങളാണ്. അന്ന് ഞാൻ കാണാൻ പോയ സിനിമയുടെ ലൊക്കേഷൻ പോയെന്ന് പറഞ്ഞില്ലേ, ആ സിനിമയുടെ പേരെന്താണെന്ന് അറിയാം? ഒരു നാൾ വരും. അതെ, ഒരു നാൾ വരും. ആ നാളാണ് ഇപ്പൊ ബിഗ് ബോസിൽ എനിക്ക് കഴിഞ്ഞ നാൾ. താങ്ക് യു.